ലൈവില് കുറച്ചു നേരമായിട്ട് ജിൻഡോയുടെ ഒരു വിഷമമാണ് നമ്മൾ കാണുന്നത്. അർജുനോട് ശ്രീധുവിനോടൊക്കെ പറയുന്നത് കേട്ടു, എടാ നമ്മള് പാടാൻ വേണ്ടിയുള്ള പാട്ട് വരെ പ്ലാൻ ചെയ്ത് വെച്ചതല്ലേ, എടാ ധീര ധീര എന്നുള്ള പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ ഫുൾ വിറ്റാണ്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് പുള്ളിയുടെ വിഷമം ഒന്നും അറിയാനില്ല, ഉള്ളിലും വിഷമമൊന്നുമില്ല. ഒരു ഫൺ രീതിയിലാണ് ഈ ഒരു സംഭവത്തെ പുള്ളി മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് എഴുതാനുള്ള കത്തില് വരെ പവർ ടീമിൽ കയറുന്ന കാര്യം എഴുതാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ബെസ്റ്റ് ടീമിനുള്ള അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വട്ടായ എന്നുള്ള കാര്യം. എനിക്കും വട്ടായ, ഇനി ഉറപ്പാണ്. നെക്സ്റ്റ് ടീമിനോ വല്ലതും ആയിരുന്നു ഇത് കൊടുത്തതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ച് വീഡിയോ ഇട്ടേനെ. പിന്നെ പവർ റൂം പോയേ, അയ്യോ പവർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ കരയുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പുറത്ത് നിന്ന് കളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ വെറുതെ ഓരോ ഫൺ കോണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്നതാണ് ലൈവിനകത്ത്. കുറെ സമയം പുള്ളിയുടെയും അർജുന്റെയും ശ്രീധുടെയും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു ഡെന്നിൽ ഇരുന്നിട്ട്. മൂന്ന് പേരുടെയും മുഖത്ത് ഒരു വിഷമവും കാണാനില്ല. പിന്നെ അൻസിബയെ ഋഷിയായിട്ടൊരു ചെറിയൊരു മൂമെന്റ് ജിൻഡോ ഷെയർ ചെയ്യുന്നുണ്ട്. അൻസിബ പവർ ബാഡ്ജ് വെച്ച് കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക്. ശവത്തെ കുത്തരുത്, അപമാനിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫുൾ ചിരിയും കളിയും അട്ടഹാസവും ഒക്കെ ആയിരുന്നു അവിടെ. അൻസിബയും ഋഷിയും ഒക്കെ ചിരിക്കുന്നുണ്ട്. ഋഷി ഓടിച്ചാടി വന്ന് ജിൻഡോയുടെ പുറത്തൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫൺ രീതിയിലാണ് ജിൻഡോയും പിന്നെ ടീമും ഇതിനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ ഇവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഈ മൂന്ന് പേരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശ്രീധുവിനായി കഴിഞ്ഞാലും പവർ പോയി എന്നുള്ളതിലൊന്നും ഒരു വിഷമവും ഇല്ല. അവിടെ എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്